എല്ലാവരും എൻ്റെ കൂടെ ഇരിക്കുന്ന കുഞ്ചാക്കോ ബോബനും പ്രിയാമണി അടക്കമുള്ള എല്ലാവരും വളരെ ചില്ലായിട്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണടയൊക്കെ വെച്ചിരിക്കുക. എൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു. വീണ മാത്രം എന്തിനാ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത്, ഇതൊന്നും വീണയ്ക്ക് ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഗൈസ്, എനിക്ക് അങ്ങനെ അതല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. അല്ലാത്ത എന്നെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എന്നെ ഒട്ടും ചേരില്ല എന്ന് നിങ്ങൾ പറഞ്ഞേനെ. അങ്ങനെ പതുക്കെ പതുക്കെ ആ ഇൻ്റർവ്യൂ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന എല്ലാവരും നമ്മളെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം, നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം, നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നത് അന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമുക്ക് തരുന്ന ശക്തി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ പൊതുവെ എല്ലാ കാര്യങ്ങളും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ എടുക്കുന്ന ആളാണെങ്കിൽ പോലും എനിക്ക് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ തോന്നിയ സമയത്തും എന്നെ ഇങ്ങനെ ഉന്തി തള്ളി വിടാനായിട്ട് കുറേ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാനത് ഓവർകം ചെയ്ത് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ ഭാഗത്ത് കുറച്ചൊരു കറുപ്പൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുൻപിട്ട ഫ്ലാറ്റ് ടൂറിൻ്റെ വീഡിയോയിലും പലരും പറഞ്ഞിട്ടുണ്ട്, വീണയുടെ പുട്ടിയൊക്കെ കുറഞ്ഞല്ലോ, അതുകൊണ്ടുള്ള വൃത്തികേടുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം ഇങ്ങനെ ഇരിക്കുക, അപ്പോൾ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ള രൂപത്തിൽ തന്നെ അങ്ങ് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു.